ചണ്ഡീഗഡിൽ സിപിഐയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് കൊടിയുയർന്നു. പുതിയ ജനറൽ സെക്രട്ടറി ആരെന്ന ചർച്ചകൾ സജീവമാണ്. 75 വയസ്സ് കഴിഞ്ഞ ഡി രാജയ്ക്ക് ഇനിയൊരു ഊഴം കൂടി ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് സൂചനകൾ വരുന്നത്. എന്നാൽ സ്വയം പിന്മാറാൻ രാജ വിസമ്മതിച്ചതോടെ തീരുമാനം പാർട്ടി കോൺഗ്രസിന് വിട്ടിരിക്കുകയുമാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ചണ്ഡീഗഡിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, ഈ പറഞ്ഞ പോലെ ഡി രാജ മാറുമോ, പകരം ആരെത്തും എന്നുള്ളതിൽ തന്നെയാണ് ഉദ്വേഗമുള്ളത്. അതുമാത്രമല്ല, ഇന്ന് ഈ പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ ഏത് വിധേനയാണ് സജീവമായി നടക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ കൂടി. സംഗീത, ഇപ്പോൾ അല്പം മുമ്പാണ് പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ നടത്തിയത്. അദ്ദേഹം വളരെ വ്യക്തമായി ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായി പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് സംഘടനാ റിപ്പോർട്ട്, അതുപോലെ കരട് പൊളിറ്റിക്കൽ റിപ്പോർട്ട്, റിവ്യൂ റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ 2 മണിക്ക് വെക്കും. ആ റിപ്പോർട്ടുമായുള്ള ചർച്ചകളാണ് ഇനിയുള്ള ദിവസങ്ങളുണ്ടാവുക. സംഘടനാ ചർച്ച അത് കഴിഞ്ഞായിരിക്കും പ്രധാനമായും പുതിയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ വരിക. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ഒരു കാഹളം തന്നെയായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായിരുന്നത്. കാരണം കേരള മോഡൽ എങ്ങനെയായിരിക്കണം, അല്ലെ കേരള മോഡലിലേക്ക് കാര്യങ്ങൾ എത്തണം, കേരള മോഡലാണ് ഇനി മുന്നോട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്നാണ് ചടങ്ങിൽ പ്രസംഗിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. കേരള മോഡലായിരിക്കണം ഇനി മുന്നോട്ടുള്ള പാർട്ടിയുടെ അല്ലെ ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ദാന്ത്യം എന്ന രീതിയിലാണ് പോകുന്നത്. അതേപോലെ തന്നെ ആരായിരിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ളതും വളരെ ശക്തമായ ഒരു ചർച്ച ഇതിൽ നടക്കും. ഇപ്പോൾ കേരള മോഡലിൽ വളരെ പ്രധാനപ്പെട്ട കേരള മോഡൽ സംബന്ധിച്ചിട്ട് മന്ത്രി MA ബേബി വേദിയിൽ നിന്ന് തന്നെ നമ്മളെ ഭക്ഷ്യമന്ത്രിയെ അഭിനന്ദിച്ചു. അദ്ദേഹം നമ്മളോട് ഒപ്പമുണ്ട്. സംഗീത, അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക്, എന്താണ് MA ബേബി ഒരു പാർട്ടി കോൺഗ്രസിൽ താങ്കളെ അഭിനന്ദിച്ചത്? രാജ്യത്തിൻ്റെ ഒരു മാതൃകയാണ്, രാജ്യത്തിന് ബദലായിട്ടുള്ളൊരു മാതൃക കേരളത്തിൽ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് കൂടെ നടപ്പാക്കുന്നതിനെയാണ് ബഹുമാന്യായ CPIM-ന്റെ ജനറൽ സെക്രട്ടറി അഭിനന്ദിച്ചത്. അത് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു, ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുന്നു എന്ന് മാത്രമല്ല, നവംബർ 1 കേരളം അതിദരിദ്രമില്ലാത്ത കേരളമായി മാറുകയാണ്. ആ രീതിയിലേക്ക് മാറുന്നതിൻ്റെ ചുവടുവയ്പ്പാണ് കേരളത്തിൽ സമ്പൂർണ്ണമായി ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തുന്ന ഗവൺമെൻറ് ഇടപെടലുകൾ. അതാണ് ഇപ്പോൾ MA ബേബി പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷം ഈ ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തെക്കാൾ ഉപരി കേരള മോഡൽ കാണിക്കുന്ന ഐക്യവും വികസനവുമാണ് ഇനി ഇടതുപക്ഷത്തിന് ഒരു ബദൽ എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് പാർട്ടി ഈ സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട്, അല്ല ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നിർണായകമാണ്. പാർട്ടിയിൽ ഒരു വനിതാ സെക്രട്ടറി വരുമോ, ആദ്യത്തെ ഒരു വനിതാ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും കാര്യങ്ങൾ ആ തരത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ സംഗീത പറയേണ്ടി വരും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വെക്കുന്ന സംഘടനാ റിപ്പോർട്ട്, അതേപോലെ റിവ്യൂ റിപ്പോർട്ട്, അതുപോലെ കരട് രാഷ്ട്രീയ പ്രമേയം, ഈ 3 വിഷയങ്ങൾ ഊന്നിയായിരിക്കും ഇനി വരുന്ന 2 ദിവസങ്ങളിലെ ചർച്ച. ഈ ചർച്ചകളിലായിരിക്കും എന്താണ് അടുത്ത 3 വർഷത്തേക്ക് CPIയുടെ പ്രധാനപ്പെട്ട നയങ്ങൾ എന്ന് രൂപീകരിക്കുന്നത്. സംഗീത, ശരി. ചണ്ഡീഗഡിൽ നിന്നും ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.